ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതം ഒന്ന് എടുത്തു നോക്കി. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ധാരാളം കുടുംബങ്ങളെ ഖുർആനിൽ കാണാം. ധാരാളം കുടുംബങ്ങളെ ഖുർആനിൽ കാണാം. എന്നാൽ ഒരു വഖത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വഖത്ത് നമസ്കരിക്കുകയോ നോമ്പ് നോൽക്കുകയോ മറ്റൊന്നും ചെയ്യാതിരുന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം പറയുകയും, ആര്? അല്ലാഹ് സാക്ഷാൽ സൃഷ്ടാവ് സലാം പറയുകയും, ഒരു മണിമാളിക നാളെ റബ്ബിന്റെ സവിധത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് ഖദീജയോടങ്ങ് പറയണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന്തിരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, നബിയെ അങ്ങ് എന്റെയും സലാം പറയണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖദീജ ബീവിയോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവിയുടെ ജീവിതം ഒന്ന് പഠിക്കണ്ടേ? ഖദീജയും റസൂലുള്ളയും ജീവിച്ചത് എങ്ങനെയായിരുന്നു എന്നൊന്ന് പഠിക്കണ്ടേ? എത്രമാത്രം റസൂലുള്ളയെ പ്രേമിച്ചിരുന്നു, പ്രണയിച്ചിരുന്നു ഖദീജ എന്നൊന്നറിയണ്ടേ? ആളുകൾ മുഴുവനും റസൂലുള്ളയെ പഴിക്കാൻ തുടങ്ങിയില്ലേ? നീ പണമില്ലാത്തവനാണ്, നീ സമ്പാദ്യമില്ലാത്തവനാണ്, നിന്റെ കയ്യിൽ ഒന്നുമില്ലാത്തവനാണ് എന്ന് ഇങ്ങനെ പരിഹസിച്ചപ്പോ ആ പരിഹസിച്ച ആളുകളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഭക്ഷണം നൽകിയിട്ട് ഒരു അതിഥി സൽക്കാരം നൽകിയിട്ട് ആ അതിഥി സൽക്കാരത്തിൽ വെച്ച് ഖദീജ പ്രഖ്യാപിച്ചു, ഇനി ഒരാള് പോലും എന്റെ പ്രേമഭാജനത്തെ കുറിച്ച്, എന്റെ പ്രിയപ്പെട്ടവനെ കുറിച്ച് ഇല്ലാ വചനം പറയരുത്, സമ്പത്തില്ലാത്തവനാണെന്ന് പറയരുത്. ഈ ഖദീജയ്ക്ക് എന്തെല്ലാം ഉണ്ടോ, ഈ ലോകത്ത് ഖദീജയുടെ പേരിൽ എന്തെല്ലാം ഉണ്ടോ, അത് മുഴുവനും ഇതാ ഖദീജ എഴുതി വച്ചിരിക്കുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ. അതാണ് പ്രേമം, അതാണ് പ്രേമം, അതാണ് പ്രണയം. ആ ഖദീജയ്ക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാനാ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ മരണത്തിന് ശേഷം ആ വർഷത്തിന്റെ പേരിട്ടത് ദുഃഖത്തിന്റെ വർഷം എന്നല്ലായിരുന്നോ? എന്തുകൊണ്ട്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ സമയത്ത് മക്കയിലേക്ക് കഅബാലയത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തായിരുന്നു പറഞ്ഞത്? 2 റകഅത്ത് ളുഹ നമസ്കരിച്ചില്ലേ? എന്നിട്ട് തന്റെ സഹചരന്മാരോട് പറഞ്ഞ് ഒരല്പസമയം എനിക്ക് തരണമെന്ന്, എന്നെ വെറുതെ വിട്ടേക്കണമെന്ന്. എന്തിന്? തന്റെ പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹ 10 വർഷം മുമ്പ് മരിച്ചുപോയ ആ ഖദീജയുടെ ഖബറിന്റെ അടുത്തേക്ക് പോയില്ലേ? മഹാനായ പ്രവാചകൻ ഓർമ്മ പുതുക്കിയില്ലേ? തന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായാൽ, തനിക്ക് എന്തെങ്കിലും നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടിയാൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലായിരുന്നോ റസൂല്? പ്രവാചകൻ അങ്ങനെ ചെയ്തത് എന്തിനായിരുന്നു? അത്രത്തോളം മറക്കാൻ കഴിയാത്ത, അത്രത്തോളം നീക്കിക്കളയാൻ കഴിയാത്ത പ്രേമം, സ്നേഹം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവന് ഒരു ഭാര്യ നൽകിയത് കൊണ്ടല്ലായിരുന്നോ? അപ്പൊ അത് നമ്മൾക്ക് കൊടുക്കാൻ സാധ്യമാകണ്ടേ?